ബി പോസിറ്റീവ്ലി ഇനി അവർ ഗസ്റ്റ്. ആരോഗ്യ മേഖലയിലും ആതുര സേവന രംഗത്തും ഏറെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോഴും ആരോഗ്യം ഒരു ജന്മാവകാശം എന്നതിനേക്കാൾ ഉപരി കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു ഉൽപ്പന്നമായും ആതുര സേവനം ഒരു വലിയ വ്യവസായമായും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അവസരത്തിലാണ് IMA വലിയൊരു നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് നൈതികതയ്ക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കാനുള്ള ഒരു വലിയ ആഹ്വാനമായി, ഒപ്പം ലാബുകളും അതുപോലെ തന്നെ സ്കാൻ സെൻ്ററുകളും കേന്ദ്രീകരിച്ചിട്ടുള്ള കമ്മീഷനുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന ആഹ്വാനവുമായാണ് IMA ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനായി IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്തൻ കുമാറാണ് ബി പോസിറ്റീവിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. സർ, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നൈതികത എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്? നൈതികത എന്ന് പറഞ്ഞാൽ എത്തിക്സ് ആണ്. ഇപ്പോൾ എല്ലാ പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്. മോഡേൺ മെഡിസിൻ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം മോഡേൺ എത്തിക്സിൽ ഊന്നി നിന്നാണ് എല്ലാ കാലവും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡോക്ടർമാർക്ക് പ്രാക്ടീസ് ചെയ്യുവാനുള്ളൊരു പെരുമാറ്റ ചട്ടമുണ്ട്, ഒരു നൈതിക രേഖയുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു ആക്ട് ഉണ്ട്. ആൻഡ് ഡോക്ടർമാരെല്ലാം യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം പേരും ആ നൈതികതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഇത് പലപ്പോഴും പുറത്ത് അറിയാതെ വരുന്നു. അല്ലെങ്കിൽ ചില ആൾക്കാർ, ഒരു 1-2% പേർ ഏർപ്പെടുന്ന അനൈതികമായ പ്രവൃത്തികൾ മാത്രം പുറത്തു വരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ ജനങ്ങൾക്ക് പൊതുവിലൊരു വിശ്വാസക്കുറവുണ്ടാകുന്നു. അപ്പോൾ അതുണ്ടാകേണ്ട കാര്യമില്ലെന്നും മെഡിക്കൽ സമൂഹം തീർച്ചയായും നൈതികമായി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് മുൻതൂക്കം നൽകുന്നത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അംഗങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന ശക്തമായിട്ടുള്ളൊരു ആവശ്യമാണ് നേതൃത്വം പ്രതിഫലിപ്പിക്കുന്നത്, അല്ലാതെ തിരിച്ചടിച്ചേൽപ്പിക്കുന്നതല്ല. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ സംസ്ഥാന നിർവാഹക സമിതി ഈ കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരത്ത് ചേരുകയുണ്ടായി. അത് കേരളത്തിൽ നിന്നുള്ള എല്ലാ ബ്രാഞ്ചുകൾ, IMAക്ക് 103 ബ്രാഞ്ചുണ്ട്, ഏതാണ്ട് 30,000-ഓളം അംഗങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ മുഴുവൻ പ്രതിനിധികൾ ഈ നിർവാഹക സമിതിയിൽ എത്തുകയും കഴിഞ്ഞ നവംബറിൽ IMAയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ പ്രസിഡൻ്റായി ചുമതലയേൽക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഫോർ ദ പ്രൊഫഷൻ ഫോർ ദ പീപ്പിൾ. അപ്പം പ്രൊഫഷന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, അതിൽ ഊന്നി നിന്നുകൊണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് പാളിച്ച പറ്റിയിരിക്കുന്നത്, അത് എങ്ങനെ തിരുത്താം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ച നടന്നു. അതിനൊടുവിൽ ഈ നിർവാഹക സമിതി ഐകകണ്ഠേന പറഞ്ഞു, നമുക്ക് തീർച്ചയായിട്ടും നൈതികത ഇപ്പം നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്, പക്ഷെ അത് കൂടുതൽ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്ന രീതിയിൽ അത് പ്രകടമാക്കേണ്ടതുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ IMA ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ആധുനിക മെഡിക്കൽ രംഗത്താണെങ്കിലും നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നവീന സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ രോഗനിർണയത്തിനും അല്ലെങ്കിൽ ശസ്ത്രക്രിയ മൂലമുള്ള അപകടങ്ങളൊക്കെ വലിയ തരത്തിൽ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ MRI സ്കാൻ ആണെങ്കിലും CT സ്കാൻ ആണെങ്കിലും. പക്ഷേ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി ഒരു കിക്ക് ബാക്ക് സംസ്കാരം മെഡിക്കൽ ഇതിലേക്ക് ഉണ്ടായി വന്നിട്ടുണ്ട്. അതിനിടയിലുള്ള ഒരു വലിയ നടപടി കൂടിയാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അനാരോഗ്യ പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് IMA പറയുന്നത്. എത്തരത്തിലുള്ള നടപടികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുമാതിരി നമുക്കിപ്പോൾ ഈ ചികിത്സാ രംഗത്ത് അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്ത് ഒരുപാട് ഗവേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം പ്രയോജനം സ്കാൻ വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് 300 രൂപയിൽ ചെയ്യുന്ന അൾട്രാസൗണ്ട് തുടങ്ങി ഏതാണ്ട് 10,000 രൂപ വിലയുള്ള പെറ്റ് സ്കാൻ വരെയുള്ള പലതരത്തിലുള്ള സ്കാനുണ്ട്. MRI സ്കാനുണ്ട്, CT സ്കാനുണ്ട്. പക്ഷേ സ്കാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ട്. അപ്പോൾ ഈ സ്കാനുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷൻ, അതും വളരെ ചുരുക്കമേ ഉള്ളൂ. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സർവേയും പഠനവും നടത്തിയതാണ്. കേരളത്തിലെ ഭൂരിപക്ഷം ഡോക്ടർമാർ ഇതൊന്നും വാങ്ങിക്കുന്നവരല്ല, ഇന്ന സ്ഥലത്ത് പോയി സ്കാൻ ചെയ്യണമെന്ന് പറയുന്നവരുമല്ല. രോഗിയോട് ഏറ്റവും നല്ലതായിട്ട് എവിടെയാണോ, ഒറ്റപ്പെട്ട സംഭവങ്ങളെങ്കിലും ഉണ്ട്, ഒറ്റപ്പെട്ട സംഭവം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. മാത്രമല്ല പല ആശുപത്രികൾ തന്നെ സ്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കാനുകൾ നമുക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല, പല അവസരങ്ങളിലും സ്കാൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി 1-2% പേർ സ്കാനിൽ നിന്ന് ഒരു കമ്മീഷൻ പറ്റുന്നുണ്ട് എന്ന് ജനങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഈ 2% ആരെന്നറിയില്ല. അതുകൊണ്ട് 100% പേരും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് എന്നുള്ളത് മാത്രമല്ല. ഈ ഒരു കമ്മീഷൻ സംസ്കാരം കൊണ്ടുവന്നിരിക്കുന്നത് ഡോക്ടർമാരല്ല, ഡോക്ടർമാരെ വളരെ നിർബന്ധിച്ചിട്ടാണ് പല വ്യവസായികളും ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് സ്കാൻ സെൻ്ററുകളും ലാബുകളും ഒന്നും നടത്തുന്നത് ഭൂരിപക്ഷവും ഡോക്ടർമാരൊന്നുമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായ ഒരു ബിസിനസ് എത്തിക്സിൽ അത് ശരിയുമായിരിക്കാം, കാരണം എല്ലാ ബിസിനസ്സിനകത്തും കമ്മീഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മറുഭാഗത്ത് കൺസ്യൂമർ ആക്ടിൻ്റെ കീഴിൽ മെഡിക്കൽ പ്രൊഫഷനെ കൊണ്ടുവന്നു. അപ്പോൾ കൺസ്യൂമർ ആക്ടിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ നാം ചികിത്സിക്കുന്ന ആൾ ഒരു രോഗിയല്ല, ഒരു ഉപഭോക്താവാണ്.
അപ്പോൾ ഉപഭോക്താവാണെങ്കിൽ ഈ കൺസ്യൂമറിനകത്ത് കിട്ടുന്ന കുറേ പ്രിവിലേജസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുമ്പോൾ അതിനകത്തൊരു മാർജിൻ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ഡയലമ വന്നു മെഡിക്കൽ പ്രൊഫഷനിൽ. ഇതൊരു സർവീസാണോ അതോ ഇതൊരു കൺസ്യൂമറിസം ആണോ? ഈ വന്നിരിക്കുന്നത് രോഗിയാണോ അതോ ഉപഭോക്താവാണോ? ഉപഭോക്തൃ കോടതികൾ ഇടപെട്ട് തുടങ്ങി. ആ ഒരു ഡയലമയിൽ നിന്നാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള സംഗതികളാകുന്നതിൽ വലിയ നൈതികതയിൽ അപജയം സംഭവിക്കുന്നില്ല എന്നൊരു ധാരണ, അത് വലിയ റേറ്റ് ആകരുത് എന്നുള്ളൊരു ധാരണ ഉണ്ടായത്. പക്ഷേ അത് IMA അംഗീകരിക്കുന്നില്ല. IMA എന്നല്ല, മെഡിക്കൽ സമൂഹം അത് അംഗീകരിക്കുന്നില്ല. കാരണം കൺസ്യൂമർ കോടതി ഉണ്ടാകാം, കോടതികളുണ്ടാകാം, പലരും ഉപഭോക്താവായി കാണുന്നുണ്ടാകാം. പക്ഷേ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു രോഗിയെ ഉപഭോക്താവായിട്ട് കാണുവാൻ ഞങ്ങൾ തയ്യാറല്ല. അവർ ഈ അധ്യാപകനും വിദ്യാർത്ഥിയും പോലെയാണ്, വളരെ പവിത്രമായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രോഗികൾക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇതിപ്പോൾ ആരുമായിട്ടുള്ള യുദ്ധമൊന്നുമല്ല. നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം സ്കാൻ സെൻറ്റേഴ്സുമായിട്ടും അല്ലെങ്കിൽ ലാബ്സുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് കഴിയുന്നിടത്തോളം ഒരു റേറ്റ്സിൽ ഒരു ഏകീകരണം ഉണ്ടാക്കുക. ആൻഡ് ഒരു കോമൺ റേറ്റിൽ നമുക്ക് ഇത് നൽകാൻ സാധിക്കുമോ എന്ന് നോക്കുക. മാത്രമല്ല IMA തന്നെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് തുടങ്ങുക. ഇപ്പം നമുക്ക് എല്ലാ ജില്ലകളിലും എല്ലാ ബ്രാഞ്ചുകളിലും നിരവധി ഓഫീസുകളുണ്ട്. അപ്പോൾ ആ ഓഫീസിൽ തന്നെ നമുക്കൊരു റേറ്റ് വെച്ചിട്ട് അവിടുന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പേഷ്യൻസിന് ആർക്കെങ്കിലും സ്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഇതുവഴി തന്നെ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെ അതുവഴി മീൻസ് പിന്നെ ഒരു റേറ്റിൻ്റെ ഏകീകരണം കൊണ്ടുവരാം. പിന്നെ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു ഉറപ്പും ആത്മവിശ്വാസവും മെഡിക്കൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണയാണ്. കാരണം ഭൂരിപക്ഷം ഡോക്ടർമാരും തീർച്ചയായിട്ടും നൈതികമായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ ഒരു 1-2% പേര് ചേർന്ന് ഉണ്ടാകുന്ന ഒരു പേര് അവരിൽ നിന്ന് മാറും എന്നുള്ളത് കൊണ്ട് ഇത് തീർച്ചയായിട്ടും വളരെ വലിയൊരു ആശ്വാസമായി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. വളരെ പവിത്രമായ ബന്ധം. ശരിക്കും അങ്ങനെ തന്നെയാണോ? ഒരു പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ളവർക്ക് അതൊരു സംശയകരമായിരിക്കും. കാരണം അവർ പറയും, പഴയ തലമുറയെ അവർ പറയുന്നുണ്ടാവും ചിലപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ കരം തന്നെയായിട്ടാണ് അവർ ഡോക്ടറെ കാണുന്നത്. പക്ഷേ ഇന്ന് ആ ബന്ധത്തിൽ ഒരു ശോഷണം സംഭവിച്ചിട്ടില്ലേ? ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പഴയ കാലത്ത് ഈ പറഞ്ഞ മാതിരി TVയും ഇതുമൊക്കെ കുറവായിരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പിന്നെ അടുത്തിടയ്ക്ക് പയ്യന്നൂരിലൊരു ഇഷ്യൂ ഉണ്ടായി, ഒരു ഫോട്ടോയെക്കുറിച്ചുള്ളൊരു ഇഷ്യൂ ഉണ്ടായി. അത് ലോകം മുഴുവൻ അറിഞ്ഞു. അങ്ങനെ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ രംഗത്തുണ്ടാകുന്ന ഒരു 4-5 കോൺട്രവേഴ്സിയാണ്. പക്ഷേ ഈ 4-5 കോൺട്രവേഴ്സി ഒരുപാട് വലുതായിട്ട് പിന്നെ സ്വാഭാവികമായും ചിത്രീകരിക്കപ്പെടുന്നു. അപ്പോൾ അതിൽ നിന്നാണ് പലർക്കും ഒരു സംശയം വരുന്നത്. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ താങ്കൾ തന്നെ നിരവധി ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ താങ്കളുടെ കുടുംബം പോയിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമുക്ക് സ്നേഹമല്ലാതെ വിരോധമുണ്ടാവുക വളരെ അസ്വാഭാവികമാണ്. ഞാൻ തന്നെ രോഗികളെ കാണുന്ന ഡോക്ടറാണ്. എല്ലാ ദിവസവും ഞാൻ രോഗിയെ കാണുന്നുണ്ട്. ഒരുപക്ഷെ എന്നെപ്പോലുള്ള എല്ലാ ഡോക്ടർമാരും നമുക്ക് ഏറ്റവും ആശ്വാസം തന്നെ രോഗിക്കൊരു ആശ്വാസം നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് എത്തുന്ന രോഗിയെ തീർച്ചയായിട്ടും നമുക്ക് ഒരു കൺസ്യൂമറായിട്ടോ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവായിട്ടോ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ അവരെ ഒരു മനുഷ്യരായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ ബന്ധത്തിന് ഉലച്ചിൽ പല രംഗത്തു നിന്ന് വരുന്നുണ്ട്. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോഴും നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് എത്തുന്നത് അദ്ദേഹത്തിന് ആശ്വാസം നൽകാനാണ്. ഓരോ ഡോക്ടറും ശ്രമിക്കുന്നത് ഏറ്റവും നല്ല ആശ്വാസം നൽകാനാണ്. അപ്പോൾ വലിയൊരു ഉലച്ചിലൊന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല, വലിയൊരു വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷേ സമൂഹത്തിൽ അടുത്തെത്തുന്ന ഒരു രോഗിക്ക് തീർച്ചയായിട്ടും ഡോക്ടറുമായിട്ടുള്ളൊരു സ്നേഹവും ഒരു ബന്ധവും ഉണ്ട്. ഞങ്ങൾക്കതുപോലെ തിരിച്ചുമുണ്ട്. കാരണം മെഡിക്കൽ സമൂഹത്തിൽ അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ഈ എല്ലാ പദ്ധതികളും പേഷ്യൻറ്റിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ ബന്ധം പുലരണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ആ ബന്ധം പുലർത്താൻ സാധിക്കും എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും IMAയുടെ ഇപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള വലിയ നടപടികളാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള നടപടികളും തീരുമാനങ്ങളും? പ്രധാനമായിട്ട് 3-4 പദ്ധതികൾ ഞങ്ങൾ വിഭാവന ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ആരോഗ്യ മൈത്രി എന്നൊരു പദ്ധതിയാണ്. ആരോഗ്യ മൈത്രിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ IMAയ്ക്ക് 103 ബ്രാഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി 103 ബ്രാഞ്ചുണ്ട്. IMA നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രക്തബാങ്ക് IMA നടത്തുന്ന കൊച്ചിയിലെ രക്തബാങ്കാണ്. അതുപോലെ IMAയ്ക്ക് കേരളത്തിൽ തന്നെ ഇപ്പോൾ കൊച്ചിയിലുണ്ട്, തൃശ്ശൂരിലുണ്ട്, പിന്നെ ആലുവയിലുണ്ട്, കൊല്ലത്തുണ്ട് ബ്ലഡ് ബാങ്കുകൾ. എയ്ഡ്സ് രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, ക്ഷയരോഗ നിയന്ത്രണത്തിൽ ഇന്ത്യയിലെ തന്നെ നോഡൽ ഏജൻസി IMA ആണ്.
അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ IMA ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് ചാനലൈസ്ഡ് അല്ലാത്തതുകൊണ്ട് ഇവയൊന്നും പലപ്പോഴും പുറത്തു വരുന്നില്ല, ആരും അറിയുന്നില്ല. എന്നാൽ ചില ക്ലബ്ബുകളൊക്കെ ചെയ്യുന്നത് വളരെ ഫാൻഫെയറോടെ അവർ ചെയ്യുന്നു. IMAയുടെ ഒരു പോളിസി തന്നെയാണ് ഒരു ഫാൻഫെയറോ ഒരു പബ്ലിസിറ്റിയോ പാടില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ എല്ലാ പ്രവർത്തനങ്ങളും അറിയാതെ വരുന്നത് കൊണ്ട് IMA എന്ത് ചെയ്യുന്നു എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള 3-4 പദ്ധതികൾ ഈ വർഷം ഏറ്റെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതും. മാത്രമല്ല എല്ലാ ബ്രാഞ്ചും നിർബന്ധമായും ചെയ്യേണ്ട ചില പദ്ധതികൾ, അവർക്ക് ഇതിനു പുറമെ അവർ പല പദ്ധതികളും ചെയ്യും. അതിലൊന്നാണ് ആരോഗ്യ മൈത്രി. ആരോഗ്യ മൈത്രിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളും ഒരു സ്കൂളിനെയും ഒരു ഗ്രാമത്തെയും ദത്തെടുക്കുകയാണ്. ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ പ്രിഫറബിളി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സർക്കാർ സ്കൂൾ, സാധാരണ കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂൾ, അതിലും സാധിക്കുമെങ്കിൽ ഒരു ഗേൾസ് സ്കൂൾ എന്നുള്ളതാണ്. അവിടെ ഈ അവർക്കൊരു പ്രാഥമികമായിട്ടുള്ളൊരു വൈദ്യ പരിശോധന നടത്തി ഒരു ഹെൽത്ത് കാർഡ് കൊടുക്കുക. മാത്രമല്ല ഓരോ ജില്ലയിലും ഓരോ ബ്രാഞ്ചിലും അതായത് 103 സ്ഥലങ്ങളിൽ ഒരു ജില്ലയിൽ ശരാശരി ഒരു 10ഓളം ബ്രാഞ്ച് ഉണ്ടാകാം. എന്നിട്ട് അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളെ പരിശോധിച്ച് അവർക്കൊരു ഹെൽത്ത് കാർഡ് നമ്മൾ നൽകുന്നു. അതിനു പുറമെ ഈ 2 ക്ലാസ്സുകൾ നിർബന്ധമായി കൊടുക്കുന്നു. ഒന്ന് ഈ സ്കോളസ്റ്റിക് പെർഫോമൻസ്, എങ്ങനെയാണ് അവരുടെ മാർക്കുകൾ കൂട്ടാവുന്നത്, എങ്ങനെയാണ് നന്നായി പഠിക്കാവുന്നത്, അതിന് IMAയുടെ ഒരു മോഡ്യൂളുണ്ട്. അത് ഈ ജനുവരിയിൽ തന്നെ നൽകാൻ ഉദ്ദേശിക്കുന്നു. സോ ദാറ്റ് മാർച്ചിന് മുമ്പ് അവർക്കത് ചെയ്യാം. ആ മോഡ്യൂൾ മറ്റ് സ്കൂളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, എല്ലായിടത്തും നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും. ഇനി രണ്ടാമത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ന്യൂട്രീഷനെ കുറിച്ചാണ്. കാരണം ഈ പോഷകാഹാര കുറവ് കൊണ്ടും അതുപോലെ വിളർച്ചയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, മറുഭാഗത്ത് അമിതവണ്ണവും വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഒരു ഗൈഡ് ലൈൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒപ്പം ഞാൻ പറഞ്ഞതുമാതിരി ഒരു ഗ്രാമത്തെയും ദത്തെടുക്കുന്നു. അപ്പം അർബൻ ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ ഒരു അർബൻ സ്ലം ആയിരിക്കും, അവിടെ ദത്തെടുത്തിട്ട് അവിടെയും ഇതേമാതിരി ഒരു ഹെൽത്ത് കാർഡ് നടപ്പിലാക്കുന്നു. ആൻഡ് ഏറ്റവും കുറഞ്ഞത് 2 ക്ലാസ്സുകൾ, ഒന്ന് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും പിന്നെ പകർച്ചവ്യാധികളെക്കുറിച്ചുമുള്ള 2 ക്ലാസ്സുകളെങ്കിലും അവിടെയും നടത്തുന്നു. ഇത് ഈ വർഷം നന്നായി നടക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഓരോ ബ്രാഞ്ചും കൂടുതൽ ഗ്രാമങ്ങളും കൂടുതൽ വില്ലേജും ഏറ്റെടുത്ത് വരുന്ന 3 മുതൽ 5 കൊല്ലം കൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും കവർ ചെയ്യണം എന്നുള്ളതാണ് IMA ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമതൊരു പദ്ധതി ആരോഗ്യജാലകമാണ്. ആരോഗ്യജാലകം എന്ന് വെച്ചാൽ നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പം നിരവധിയാണ്. ഇപ്പോൾ അധികാര വികേന്ദ്രീകരണം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും സബ്ജക്റ്റാണ്. ചില ചുരുക്കം സംഗതികൾ മാത്രമേ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും നടക്കുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും ഈ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും ഒരു ഹെൽത്ത് അഡ്വൈസറി ബോർഡില്ല. മാത്രമല്ല ചിലപ്പോൾ അവർക്ക് അടുത്തൊരു ഡോക്ടറിനെ അറിയാമായിരിക്കും, ആ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് കുറേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം ഒരു പൊതുജനാരോഗ്യ വിദഗ്ധനായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ IMA ഉദ്ദേശിക്കുന്നത് സംസ്ഥാന തലത്തിൽ ഈ പഞ്ചായത്തുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും വേണ്ട ഒരു മാർഗ്ഗരേഖ ഞങ്ങൾ ഉണ്ടാക്കും. ആരോഗ്യത്തിൽ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. ഇപ്പോൾ IMAയുടെ ഏറ്റവും വലിയൊരു കാൽവയ്പ് നവംബർ 8-ാം തീയതി പ്രഖ്യാപിച്ച തിരുവനന്തപുരം രേഖയായിരുന്നു. IMAയുടെ സംസ്ഥാന സമ്മേളനം തന്നെ ചർച്ച ചെയ്തത് ജനങ്ങളുടെ അവകാശ രേഖയാണ്. ആരോഗ്യം അവകാശമാണെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടന IMA ആണ്. അങ്ങനെ ജനങ്ങൾക്ക് ആരോഗ്യം അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ ഉത്തമ ആരോഗ്യം നൽകാം എന്നുള്ളതിനുള്ള ഉത്തരം കേരളത്തിൽ മുഴുവൻ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങുക എന്നുള്ളതല്ല. കേരളത്തിൽ ശുദ്ധമായ കുടിവെള്ളം കൊടുക്കുക, ശുദ്ധമായ വായു കൊടുക്കുക, പരിസര ശുചീകരണം ഉറപ്പാക്കുക. കേരളത്തിൽ ഇന്ന് 23% പേർക്ക് മാത്രമേ ട്രീറ്റഡ് ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ലഭിക്കുന്നുള്ളൂ. നമ്മൾ കേട്ടാൽ അതിശയിച്ചു പോകും. ദേശീയ തലത്തിൽ 46%, കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ 80% വരെ ജനങ്ങൾക്ക് ഈ ട്രീറ്റഡ് പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധീകരിച്ച ജലം കുടിക്കാൻ ലഭിക്കുമ്പോൾ നമ്മുടെ ഏതാണ്ട് 80% അല്ലെങ്കിൽ 75% പേര് അശുദ്ധ ജലമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത് തന്നെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, പക്ഷേ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആരും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് IMA ഉദ്ദേശിക്കുന്നത് IMAയുടെ എല്ലാ ബ്രാഞ്ചുകളും അവിടുത്തെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ അഡ്വൈസറി ബോർഡായി മാറണം. അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളൊരു മാർഗ്ഗരേഖ ഉണ്ടാക്കും. ഇത് എല്ലാ ബ്രാഞ്ചിനും കൊടുത്തിട്ട് ഈ ആരോഗ്യജാലകം പദ്ധതിയിലൂടെ വി ആർ പ്ലാനിങ് ടു റീച്ച് എവറി പഞ്ചായത്ത്, എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എത്തുക. അതാണ് രണ്ടാമത്തെ പദ്ധതി. ഇനി മൂന്നാമത്തെ പദ്ധതി സിറ്റിസൺസ് അഡ്വൈസറി പാനലാണ്. സിറ്റിസൺസ് അഡ്വൈസറി പാനൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും പല ആൾക്കാരെയും കാണുമ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ പലരും പറയും ഡോക്ടറെ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയും കൂടെ ചെയ്യണം. അപ്പോൾ പലപ്പോഴും IMAക്ക് ഉണ്ടായിരുന്നൊരു ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ സമിതികളിലൊന്നും സിറ്റിസൺസ് അംഗങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് മറുവശം എന്താണെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി ജനങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സിറ്റിസൺസ് അഡ്വൈസറി പാനൽ അത് ഓൾറെഡി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത്
തിരുവനന്തപുരത്തെ സിറ്റിസൺസ് അഡ്വൈസറി പാനലിൽ നിന്ന് കിട്ടിയ ഏതാണ്ട് എല്ലാ ഉപദേശവും തിരുവനന്തപുരത്തെ ഇത്തവണത്തെ എൻ്റെ പ്രസംഗത്തിൽ നയരേഖയായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് പറയാനായിട്ടുള്ള വേദികൾ ഉണ്ടാക്കുന്നതാണ് ഈ സിറ്റിസൺസ് അഡ്വൈസ്. അത് എല്ലാ ജില്ലയിലും നമ്മൾ തുടങ്ങും. അതിനകത്ത് ആർക്ക് വേണമെന്ന് പങ്കെടുക്കാം. അവിടുത്തെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും എല്ലാവരെയും ഞങ്ങളതിൽ പങ്കെടുപ്പിക്കും. എന്നിട്ട് മെഡിക്കൽ രംഗത്ത് എന്തൊക്കെ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അത് മുഴുവൻ പറയുക. IMA കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാനും ശ്രമിക്കും. ഇനി ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഉണ്ടാക്കുന്നത് എത്തിക്സ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. എത്തിക്സ് മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി നൈതികത ഉറപ്പുവരുത്തുവാനുള്ളൊരു സമിതിയാണ്. ഈ സമിതിയുടെ കീഴിൽ 2 ശാഖകളുണ്ടാകും. ഒന്ന് എത്തിക്സ് കമ്മിറ്റിയും വേറെ ഒന്ന് ഗ്രിവൻസ് റിഡ്രസൽ ഫോറമാണ്. ഗ്രിവൻസ് റിഡ്രസൽ ഫോറം എന്ന് പറഞ്ഞാൽ പരാതി പരിഹാര സെൽ. പരാതി ഉണ്ടാകുക സ്വാഭാവികമാണ്. കാരണം ഈ കേരളത്തിൽ ഈ പറഞ്ഞ മാതിരി ലക്ഷക്കണക്കിന് ആളുകളാണ് ദിനംപ്രതി ചികിത്സിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പം തന്നെ കണ്ടു, ഫിലിം ഫെസ്റ്റിവലിൽ പരാതിയുണ്ട്, ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ പരാതിയുണ്ട്. അപ്പോൾ പരാതി സ്വാഭാവികമാണ്. ചിലപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പിന്നെ രോഗികളുടെ ബാഹുല്യം, തിരക്ക്, മരുന്നുകളുടെ ലഭ്യതക്കുറവ്, അല്ലെങ്കിൽ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുന്നില്ല, ഇതിനെല്ലാം പഴി ഒടുവിൽ വരുന്നത് ഡോക്ടറുടെ പുറത്താണ്. അപ്പോൾ ഈ പരാതികൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ളൊരു സംവിധാനം ഇന്ന് കാര്യക്ഷമമല്ല. അതിനുള്ളൊരു കാര്യക്ഷമമായ സംവിധാനം ഉണ്ടാക്കാനാണ് IMA ആഗ്രഹിക്കുന്നത്. അതിനാണ് ഈ ഗ്രിവൻസ് റിഡ്രസൽ ഫോറം അല്ലെങ്കിൽ പരാതി പരിഹാര സെൽ ഉണ്ടാകുന്നത്. അങ്ങനെ കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റൽസിനെയും പേഷ്യൻ്റ് ഫ്രണ്ട്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി മാറ്റിക്കൊണ്ട് അവിടെ മുഴുവൻ ഒരു ബോർഡ് സ്ഥാപിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്ന ഒരാൾ അല്ലെങ്കിൽ IMAയിൽ കോൺടാക്ട് ചെയ്യുന്ന ഒരാളുടെ നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ പരാതി പരിഹാര സെൽ കൂടുന്നുണ്ട്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കാണേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രേഖകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു രോഗിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഉടൻ തന്നെ ഇടപെട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല, ഇപ്പോൾ എന്തെങ്കിലും ഒരു കമ്മീഷൻ ഉണ്ടെന്ന് അവർക്കൊരു സംശയമുണ്ട്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർക്കത് ജില്ലാതലത്തിലുള്ള നൈതിക സമിതിക്ക് കൈമാറാം. അങ്ങനെ നൈതിക സമിതി പരിശോധിച്ചിട്ട് അനൈതികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സംസ്ഥാന നൈതിക സമിതിയിലേക്ക് പോവുകയും നൈതിക സമിതി ആക്ഷൻ എടുക്കുകയും ചെയ്യും. പക്ഷേ ആക്ഷൻ വേണ്ടിവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരാതികൾ തന്നെ ഈ ഇടപെടലുകളിലൂടെ കുറയും. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ പരാതി പരിഹാര സെല്ലിൽ നമുക്കത് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ഡോക്ടർ ഈ പറഞ്ഞതുപോലെ തന്നെ ചികിത്സയിൽ ഒരു ഏകീകരണ സംവിധാനത്തിൻ്റെ കാര്യം താങ്കൾ തന്നെ സൂചിപ്പിക്കേണ്ടത്. ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലാണെങ്കിലും അവരുടെ മെഷീൻസും എന്തോ ആയിക്കോട്ടെ, പക്ഷേ ചികിത്സാ ചെലവിൽ വരുമ്പോൾ വ്യത്യസ്തമാണ്. പല റേറ്റിൽ വളരെ വ്യത്യാസം വരാറുണ്ട്. അതിലൊരു ഏകീകരണം കൊണ്ടുവരാൻ IMAക്ക് സാധിക്കുമോ? എങ്ങനെയാണ്? നമുക്ക് ചികിത്സ ഓരോ തലത്തിലും നടത്തുന്ന ചികിത്സ വ്യത്യസ്തമാണ്. നമുക്ക് പൊതുവിൽ 3 ആയിട്ടാണ് ആരോഗ്യ രംഗത്തെ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനങ്ങൾ നമുക്ക് വേർതിരിക്കാവുന്നത്. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെറിഷറി കെയർ. പ്രൈമറി കെയർ എന്ന് പറഞ്ഞാൽ പ്രധാനമായും രോഗപ്രതിരോധം, ഇമ്മ്യൂണൈസേഷൻ പോലുള്ള കാര്യങ്ങൾ, ഇപ്പം വളർച്ചയ്ക്കുള്ള ചികിത്സ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രൈമറി കെയറിൽ വരുന്നു. ഇപ്പോൾ ഒരാൾക്ക് രോഗം വന്നു കഴിയുമ്പോൾ അല്പക്കൂടി ഗുരുതരമാകുന്ന ഒരു അവസ്ഥയിൽ വരുന്നൊരു ചികിത്സയാണ് നമ്മൾ പലപ്പോഴും ടെറിഷറി കെയർ എന്ന് പറയുന്നത്, സെക്കൻഡറി കെയർ എന്ന് പറയുന്നത്. ഒരു രോഗി തീവ്രമായ, ഇപ്പോൾ ഒരാൾക്ക് ഡെങ്കിപ്പനി വന്നു, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു, ഭയങ്കരമായി ബ്ലീഡിങ് നടക്കുന്നു, എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തണം, അപ്പോൾ പോകുന്ന കേന്ദ്രമാണ് ടെറിഷറി കെയർ ഫെസിലിറ്റി. അങ്ങനെ 3 സംവിധാനം സർക്കാരിലാണെങ്കിലും അങ്ങനെയാണ്. നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അത് പ്രൈമറി കെയർ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി സെക്കൻഡറി കെയർ ആണ്. പിന്നെ ജില്ലാ ആശുപത്രികൾ പലപ്പോഴും ടെറിഷറി കെയർ സ്ഥാപനങ്ങളാണ്. അതുപോലെ മെഡിക്കൽ കോളേജിലും ടെറിഷറി കെയർ സ്ഥാപനമാണ്. പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു 1 man ക്ലിനിക്, അവിടെ നടത്തുന്ന കെയറും അതുപോലെ ഈ ടെറിഷറി കെയറിൻ്റെയും കോസ്റ്റ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിൽ ഞാൻ സമ്മതിക്കുന്നു, കോസ്റ്റ് അതിപ്പം ഏത് രംഗത്തും, അതിപ്പോൾ പ്രൈമറി കെയറിലായാലും സെക്കൻഡറി കെയറിലായാലും ടെറിഷറി കെയറിലായാലും എത്രത്തോളം മിതമായ നിരക്കിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അത്രയും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് പല സ്ലാബുകൾ, ഇവരെ എല്ലാവരെയും ഒരു സ്ലാബിൽ നമുക്ക് ആക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ സ്ലാബിലും ഒരു റേറ്റ് ഏകീകരണം കൊണ്ടുവരാൻ സാധിച്ചാലും അത് നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെയും ടെറിഷറി കെയറിലെത്തുന്ന ഒരു സ്ഥാപനത്തിൽ, അതായത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ICUവിലെത്തുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ചികിത്സ കൊടുക്കേണ്ട ഒരു കേന്ദ്രത്തിലെത്തുന്നു എന്ന് വരുമ്പോൾ അവരുടെ ഒരു ഉദ്ദേശം എങ്ങനെയും രോഗിയെ രക്ഷിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇത്. അപ്പം ഒരു രോഗിയെ തന്നെ 5, 6, 7 സ്പെഷ്യലിസ്റ്റ് കാണാം, ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരാം, ഒരുപാട് മരുന്നുകൾ കൊടുക്കേണ്ടി വരാം. അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ തന്നെ പറയും അവിടെ പോയതുകൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടതെന്ന് പറയും. അപ്പോൾ അവിടെ പോയത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ അവർക്ക് ഒരുപാട് ഈ ചിലവും ഉണ്ടാകാറുണ്ട്. അതിനകത്ത് ലാഭം ഉണ്ടാകുന്നുണ്ടായിരിക്കാം, പക്ഷെ അതുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ IMA പറയുന്നത്, IMAയുടെ ഒരു കോൺസെപ്റ്റ് തന്നെ ഫാമിലി ഫിസിഷ്യനാണ്. എല്ലാവരും അങ്ങ് ഓടിച്ചെല്ലണ്ട.
ഇപ്പം നമുക്ക് എന്താണ് പ്രശ്നം പറ്റുന്നത്? ഒരു തലവേദന വന്നാൽ തന്നെ അപ്പം തന്നെ നമ്മൾ ടെറിഷറി സെൻറ്ററിലെ ന്യൂറോളജിസ്റ്റിനെ മാത്രമേ കാണിക്കുള്ളൂ എന്നൊരു ആ രീതി മാറണം. നമ്മൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മുടെ ഒരു കുടുംബ ഡോക്ടർ കോൺസെപ്റ്റ്, ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നത് വെറും MBBS ഡോക്ടർ ആവണമെന്നില്ല. അദ്ദേഹം ഫിസിഷ്യൻ ആകാം, ന്യൂറോളജിസ്റ്റ് ആകാം, കാർഡിയോളജിസ്റ്റ് ആകാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഇൻലോസ് ഒക്കെ കാർഡിയോളജിസ്റ്റാണ് അവരുടെ ഫാമിലി ഫിസിഷ്യൻ. കാരണം അവരെ എല്ലാ മാസവും കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെയാണ്. ഇപ്പോൾ എന്നെ കാണുന്ന എല്ലാ പേഷ്യൻസും ഇപ്പോൾ പിന്നെ ഡെൻ്റൽ ചികിത്സ വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും, ഡോക്ടറെ ഞങ്ങൾ അവിടെ പോട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു ബോണ്ട്, കാരണം എത്രയോ നാളായിട്ട് കണ്ട് പരിചയിച്ച് നമ്മളൊരു ബോണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫാമിലി ഫിസിഷ്യനെ ആദ്യം കാണുക, ആ ഫാമിലി ഫിസിഷ്യൻ റെഫർ ചെയ്യുന്നവർ മാത്രം മുകളിലേക്ക് പോവുക എന്നുള്ളത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ആ ഡോക്ടർമാർക്ക് രോഗിയെ ചികിത്സിക്കുവാനുള്ള ഒരു ആത്മധൈര്യം കൊടുത്താൽ മാത്രമേ പ്രൈമറി കെയറും സെക്കൻഡറി കെയറും നമുക്ക് നന്നായി നടത്താൻ സാധിക്കുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ആശുപത്രി ആക്രമിക്കുന്നു, ഒരു പ്രശ്നമുണ്ടെങ്കിൽ തിരിച്ചു വന്ന് അടിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കുന്നു. ഇപ്പം നമുക്ക് അതായത് ഒരു എമർജൻസിയും നോക്കാതെ തന്നെ ഒരു ഡോക്ടറിന് സുഖമായി പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. ഡോക്ടേഴ്സ് എമർജൻസി കാണുന്നത് പ്രധാനമായും എന്താണ്, നമുക്ക് അവർക്ക് രോഗികളെ രക്ഷിക്കാനായിട്ടുള്ള സമൂഹത്തിൻ്റെ അടുത്തുള്ളൊരു പ്രതിബദ്ധത. കാരണം കാണാൻ ആഗ്രഹിക്കാത്തവർ പലപ്പോഴും സോഫ്റ്റ് സ്പെഷ്യാലിറ്റീസിലേക്ക് മാറി. ഇപ്പോൾ ഒരു സർജനാണ്, ഒരു ഫിസിഷ്യനാണ്, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അവരൊക്കെ ഭയങ്കര റിസ്ക് എടുത്താണ് ഈ പണി ചെയ്യുന്നത്. ആരും മനഃപൂർവ്വമല്ല ഒരു രോഗിക്ക് അപകടം ഉണ്ടാകുന്നത്. പക്ഷേ ഒരു അപകടം ഉണ്ടായി, ഒരു ബഹളം ഉണ്ടാക്കി, കാരണം ഡോക്ടർമാർ അത്ര മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, ബഹളം ഉണ്ടാക്കി ഒരു അടിയൊക്കെ, അപ്പോൾ അവർ എമർജൻസീസ് ഒഴിവാക്കാൻ പലയിടത്തും ഒരു പ്രവണത വരും. അപ്പോൾ അത് ടെറിഷറി സെൻറ്ററിലേക്ക് പോകും. അങ്ങനെയാണ് പലപ്പോഴും ഈ ടെറിഷറി സെൻറ്റർ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ വളരെ തിരക്കാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഡോക്ടേഴ്സുമായിട്ട് കൂടുതൽ ഒരു ബന്ധം പുലർത്തുകയും അവർക്കൊരു വിശ്വാസം കൊടുക്കുകയും ആത്മവിശ്വാസം കൊടുക്കുകയും, അതുകൊണ്ടാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പറഞ്ഞത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും പാടില്ല, ഇത് പ്രശ്നം ഉണ്ടായാൽ തന്നെയും ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം അവരുടെ ഒരു കോൺഫിഡൻസ് വളരെ പ്രധാനമാണ്. ഒരു ക്രൂഷ്യൽ സമയത്ത് ഒരു തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പോൾ ആ കോൺഫിഡൻസ് നൽകുകയാണെങ്കിൽ ഭൂരിപക്ഷം ചികിത്സയും നമുക്ക് പ്രൈമറി ലെവലിലും സെക്കൻഡറി ലെവലിലും നിർത്താൻ സാധിക്കും. അങ്ങനെ ചികിത്സാ ചെലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പറയട്ടെ. ചികിത്സാ ചെലവുമല്ല, നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരിയുള്ള ശുദ്ധമായ വെള്ളവും ശുദ്ധമായ ജലവും. ഇപ്പം ഇവിടെ മുഴുവൻ പിന്നെ സംസ്ഥാനത്തിലെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മാലിന്യം കുന്നുകൂടുന്നു. അതിനെക്കുറിച്ച് നമ്മളൊന്നും മിണ്ടുന്നില്ല, നമ്മൾ ഒരു സമരവും നടത്തുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ 3 കാര്യങ്ങളാണ് ഈ രോഗത്തിലുള്ളത്. ഒന്ന് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ രോഗമുണ്ടാക്കുന്ന രോഗമാണ്. 2 ഹോസ്റ്റ്, അതായത് ഈ രോഗം വരുന്ന ആൾ. 3 എൻവിയോൺമെൻറ്റ്, ചുറ്റുപാട്. ഒരു എൻവിയോൺമെൻറ്റ് മോശമാകുമ്പോഴാണ് ഈ ഏജൻറ്റ് അവിടെ തന്നെ ഉണ്ട്, ഹോസ്റ്റും അവിടെ തന്നെ ഉണ്ട്. എൻവിയോൺമെൻറ്റ് മോശമാകുമ്പോഴാണ് ഏജൻറ്റ് ഹോസ്റ്റിനെ ആക്രമിക്കുന്നത്. അപ്പോൾ എൻവിയോൺമെൻറ്റ് നന്നായി ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചികിത്സാ ചെലവ് പോയിട്ട് ചികിത്സ തന്നെ വേണ്ടി വരില്ല, നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അതെ, ഞാനിപ്പോൾ ചോദിച്ച ബോണ്ടിൻ്റെ കാര്യമാണ്. പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർമാരുമായിട്ട് അത്തരത്തിലൊരു പേഷ്യൻ്റ് ഡോക്ടർ ബോണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത്ര എളുപ്പമാണോ എന്നാണ്. എളുപ്പമാണ്. ഓൾറെഡി ആ ബോണ്ട് ഉണ്ട്. ഭൂരിപക്ഷം മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, അത് വാങ്ങി എന്നതിനപ്പുറത്തേക്ക് അല്ല. അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു തലവേദന വന്നു, ഒരു ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോയി, ന്യൂറോളജിസ്റ്റിനെ കണ്ടു, തലവേദനയുടെ മരുന്നെടുത്തു, തിരിച്ചു വന്നു. അപ്പോൾ സ്വാഭാവികമായും ബോണ്ട് കുറവായിരിക്കും. പക്ഷേ എന്നാൽ നമ്മളിപ്പോൾ സ്ഥിരമായി ഇപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റിനെ തന്നെ എല്ലാ മാസവും കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫാമിലി ഫിസിഷ്യനെ എല്ലാ മാസവും കാണും, അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാം. ഇപ്പം ഞാനും തന്നെ രോഗികളെ ചികിത്സിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ പേഷ്യൻസും പല കാര്യങ്ങൾക്കും വീട്ടിൽ കല്യാണം വരെ നമ്മുടെ അടുത്ത് വന്ന് ആലോചിക്കാറുണ്ട് ഡോക്ടറെ എന്ത് ചെയ്യണം. അപ്പോൾ ആ ലെവലിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. IMA തീർച്ചയായിട്ടും ഫാമിലി ഫിസിഷ്യൻ കോൺസെപ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സൊസൈറ്റിയും ഫാമിലി ഫിസിഷ്യൻ കോൺസെപ്റ്റിനെ പ്രോത്സാഹിപ്പിക്കണം. ഇനി പറയാനുള്ളത്, ഇപ്പോൾ പ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹമാണ് നമ്മുടെ അട്ടപ്പാടി പോലെയുള്ള ആദിവാസി സമൂഹങ്ങളുണ്ട്, ഇപ്പോൾ തീരദേശ മേഖലയിലുള്ള ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നമ്മുടെ അട്ടപ്പാടിയിൽ ശിശുമരണമൊക്കെ വളരെ കൂടിയ നിരക്കിൽ തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് കേരളത്തിലെ അട്ടപ്പാടി എന്ന സ്ഥലത്തെ കുട്ടികളുടെ മരണനിരക്ക്. അവരുടെ ആ മേഖലകളിലൊക്കെ ഉള്ള ഒരു ഇടപെടൽ IMAയുടെ ഏത് തരത്തിലായിരിക്കും? ഞാൻ IMA പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ ശേഷം ഞാൻ ആദ്യം പോയത് അട്ടപ്പാടിയിലാണ്. അതുപോലെ IMA ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു അട്ടപ്പാടിയിലെ ആരോഗ്യം പഠിക്കാൻ വേണ്ടിയിട്ട്. അട്ടപ്പാടിയിലുള്ള ആ വിദഗ്ധ സമിതി റിപ്പോർട്ട് തന്നു. ഞാൻ 2 തവണ മുഖ്യമന്ത്രിയെ ഇതിനോടകം കണ്ടു. 2 തവണയും അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ്. IMAയുടെ ഒരു അവകാശ രേഖയും ഞങ്ങൾ മുഖ്യമന്ത്രിയോട് അല്ലാതെ പറഞ്ഞിട്ടില്ല, ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള.
അപ്പം അദ്ദേഹത്തിനോട് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. IMA തന്നെ മുൻകൈ എടുത്ത് അവിടെ ഇപ്പോൾ റേഡിയോളജി ക്ലിനിക്കും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് റേഡിയോളജിസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അവിടെ വേണ്ടുന്ന താങ്കൾ ഈ പറഞ്ഞത് വളരെ ശരിയാണ്. തീരദേശ മേഖലയിലും അതിപ്പോൾ IMAയുടെ ഇത്തവണത്തെ ചാർട്ടറിൽ തന്നെ സിറ്റിസൺസ് ചാർട്ടറിൽ ഞങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്ന 2 മേഖലകൾ ഇത് തന്നെയാണ്. ഒന്ന് തീരദേശ മേഖലയും 2 മലയോര മേഖലയും, അതല്ലെങ്കിൽ ആദിവാസിയുടെ പ്രശ്നങ്ങളും. അപ്പോൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മുൻഗണന കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക കമ്മിറ്റി തന്നെ നമ്മൾ ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രൈബൽ ആൻഡ് കോസ്റ്റൽ ഹെൽത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അട്ടപ്പാടിയിൽ വളരെ മികച്ച സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പ്രഭുദാസ്, അതുപോലെ ഡോക്ടർ ശങ്കർ, ഡോക്ടർ അനൂപ് അവരെല്ലാം ഈ സമിതിയിൽ അംഗങ്ങളാണ്. അതുപോലെ ഡോക്ടർ EP മോഹൻ, അദ്ദേഹം KGMOയുടെ പ്രസിഡന്റ് കൂടെയാണ്. അദ്ദേഹത്തിനും ഈ ആദിവാസി മേഖലയിലെ ആരോഗ്യത്തിൽ ഒരുപാട് ശ്രദ്ധയുള്ള ആളാണ്. അപ്പോൾ ഇവരുടെ എല്ലാം റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിൽ ശക്തമായിട്ടുള്ള പാക്കേജുകൾ IMA നടപ്പാക്കും എന്നുള്ളത് മാത്രമല്ല, സർക്കാർ സംവിധാനം ശാസ്ത്രീയമായി ഇടപെടണമെന്നും IMA ആഗ്രഹിക്കുന്നു. അതിനകത്ത് ഞങ്ങൾക്ക് ചില പരാതികളുണ്ട്. ഇത്ര ഇടപെടൽ പോരാ എന്നുള്ള ചില പരാതികളുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ മാതിരി മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വയനാട് തന്നെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു, പക്ഷേ അതിനകത്ത് അട്ടപ്പാടി ഉൾപ്പെട്ട് കണ്ടില്ല. അപ്പോൾ അട്ടപ്പാടിയിലും തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളത് പിന്നെ തർക്കമില്ലാത്ത വസ്തുതയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാർ ജനറിക് നെയിംസ് കൊടുക്കാമല്ലോ, അത് പല പേരുകളിൽ വരുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ ഇത്തരത്തിൽ കമ്മീഷൻ വാങ്ങുന്നു എന്ന തരത്തിലുള്ള വലിയൊരു ആരോപണവും കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനോടുള്ള ഡോക്ടറുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, മരുന്നുകൾക്ക് ഒരു കമ്മീഷൻ ലഭിക്കുന്നു എന്നുള്ളൊരു ധാരണ തെറ്റാണ്. നമ്മൾ എഴുതുന്ന മരുന്നിൽ ഏതാണ്ട് ഒരു 60-70% എഴുതുന്ന മരുന്നിൽ പിന്നെ മീൻസ് റെപ്പ് നമ്മളെ കാണുന്നു പോലുമില്ല. പലപ്പോഴും അങ്ങനത്തെ മരുന്നുകളാണ് എഴുതേണ്ടി വരുന്നത്. ഇപ്പോൾ മരുന്നിൽ എന്തുകൊണ്ടാണ് ഈ ബ്രാൻഡിങ് വേണ്ടി വരുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. അതായത് നമ്മുടെ നിലവിൽ ലക്ഷക്കണക്കിന് മരുന്നുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള സംവിധാനം ഒന്നുകിൽ അതിൻ്റെ ഉൽപ്പാദന രംഗത്ത് ഇടപെടണം, അല്ലെങ്കിൽ വിതരണ രംഗത്ത്, അല്ലെങ്കിൽ വിപണന രംഗത്ത് ഇടപെടണം. അതിനുള്ളൊരു മെക്കാനിസം വളരെ വളരെ കുറവാണ്. വിപണിയിലെത്തുന്ന ഒരു 2% മരുന്നുകൾ പോലും ഗുണനിലവാരം പരിശോധിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ഈ നമ്മുടെ മാർക്കറ്റിലുള്ള മരുന്നിൽ ഏത് മരുന്നിനാണ് ഗുണമുള്ളത്, ഏത് മരുന്നിനാണ് ഗുണമില്ലാത്തത് എന്ന് നമുക്ക് അറിയാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കമ്പനി, അത് ഏതെങ്കിലും ഒരു കമ്പനി ആവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബ്രാൻഡ് നെയിമുണ്ട്, ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ ആ ബ്രാൻഡ് വാല്യൂ ഇപ്പോൾ നമുക്കിപ്പോൾ ഫോണിൻ്റെ കാര്യത്തിലായാലും എന്തുകൊണ്ട് നമ്മൾ സാംസങ് ഫോണിന് പോകണം, അല്ലെങ്കിൽ നോക്കിയ ഫോണിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു കാർ മേടിക്കാൻ നേരത്തെ എന്തുകൊണ്ട് നമ്മൾ മാരുതിക്ക് പോകുന്നു, എന്തുകൊണ്ട് നമ്മളൊരു അസംബിൾഡ് കാറിന് പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ നേരത്തെ, ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പോകുന്നത് നമ്മൾ എന്തുകൊണ്ട് HPക്ക് അല്ലെങ്കിൽ ആപ്പിളിന് പോകുന്നു, നമ്മൾ എന്തുകൊണ്ട് ഒരു അസംബിൾഡ് സാധനം വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞത് മാതിരി. പിന്നെ ഇത് മറ്റതെല്ലാം നമുക്ക് കൺസ്യൂമർ ഐറ്റംസ് ആണ്. ഇതങ്ങനല്ല. ഇതൊരു പേഷ്യൻറ്റിന് ഏറ്റവും ക്രൂഷ്യലായിട്ട് സമയത്ത് ആ മരുന്നിൻ്റെ ആ ഡോസ് അയാൾക്ക് കിട്ടണം. ആ മരുന്നിനകത്ത് ഇമ്പ്യൂരിറ്റീസ് പാടില്ല, ആ മരുന്നിൻ്റെ പ്രതിപ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ നമുക്ക് മരുന്നായിട്ട് നൽകാൻ സാധിക്കുള്ളൂ. അപ്പം ഈ ക്വാളിറ്റി നമുക്ക് എങ്ങനെ നിർണ്ണയിക്കാൻ സാധിക്കും? സർക്കാരിന് ഒരു ക്വാളിറ്റി നിർണ്ണയിക്കാനായിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ട്. സർക്കാർ ഇപ്പോൾ നമ്മൾ ബിവറേജസ് കോർപ്പറേഷൻ തുടങ്ങിയിരിക്കുന്ന പോലെ സർക്കാർ മുഴുവൻ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങി. ആ മെഡിക്കൽ സ്റ്റോറുകളിൽ ഒറ്റ ബ്രാൻഡ് പാരസെറ്റമോൾ ആണെന്ന് ഇരിക്കാം. നമുക്കൊരു ഉദാഹരണത്തിന് പാരസെറ്റമോൾ, ഒറ്റ പാരസെറ്റമോൾ സർക്കാരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും അവർ ലഭ്യമാക്കുന്നു. അതിൻ്റെ ക്വാളിറ്റി സർക്കാർ ഉറപ്പ് നൽകുന്നുവെങ്കിൽ IMAക്ക് യാതൊരു വിഷമവുമില്ല പാരസെറ്റമോൾ എന്ന് മാത്രം എഴുതി അങ്ങോട്ട് പേഷ്യൻറ്റിനെ അയക്കാനായിട്ട്. പക്ഷെ നിലവിൽ സംവിധാനം അതല്ല. നിലവിൽ ഇഷ്ടം പോലെ പാരസെറ്റമോളുകളുണ്ട്. ഈ പാരസെറ്റമോളിൻ്റെ പലതിൻ്റെയും ഗുണം നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. ഈ പാരസെറ്റമോളുകളെല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? മെഡിക്കൽ സ്റ്റോറിലാണ് ഇരിക്കുന്നത്. അപ്പം ഡോക്ടർ പാരസെറ്റമോൾ എന്ന് മാത്രം എഴുതിയാൽ ഈ രോഗി തുണ്ടുമായി മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പയ്യൻ തീരുമാനിക്കുന്നു ഇതിലേത് പാരസെറ്റമോൾ കൊടുക്കണം. അതിനകത്ത് ആ പാരസെറ്റമോൾ ഫലിച്ചില്ലെങ്കിൽ രോഗി തിരിച്ചു വന്ന് ചോദിക്കാൻ പോകുന്ന പുള്ളിയോടല്ല, എഴുതിയ ഡോക്ടറോടാണ്. അപ്പം അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പം നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്. ഏത് മരുന്ന് രോഗിക്ക് ലഭിക്കണമെന്നത് മരുന്ന് എഴുതി ശീലമുള്ള, രോഗികളെ കണ്ട് ശീലമുള്ള, ഈ മരുന്നിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നന്നായി ബോധ്യമുള്ള ഡോക്ടറാണോ തീരുമാനിക്കേണ്ടത്, അതോ മരുന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ആളാണോ തീരുമാനിക്കേണ്ടത്? ഈ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വില കുറഞ്ഞ മരുന്നുകൾ വേണ്ടാന്നല്ല പറയുന്നത്. ഏറ്റവും ബ്രാൻഡഡ് മരുന്നുകളിൽ, ഏറ്റവും നല്ല ബ്രാൻഡഡ് മരുന്നുകളിൽ വളരെ വില കുറഞ്ഞ മരുന്നുകളുണ്ട്. അതുകൊണ്ട് ജനറിക് ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരസെറ്റമോൾ എന്ന് മാത്രം എഴുതിയാൽ മതിയെങ്കിൽ, ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് എഴുതാതെ പാരസെറ്റമോൾ എന്ന് മാത്രം എഴുതിയാൽ മതിയെങ്കിൽ, അത് ഈ പറഞ്ഞ മാതിരി സർക്കാർ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കി സർക്കാർ സംവിധാനത്തിലൂടെ നൽകാം എന്ന് പറഞ്ഞാൽ, ഞാൻ പാരസെറ്റമോൾ എന്ന് മാത്രം ഞാനല്ല, കേരളത്തിലെ മുഴുവൻ ഡോക്ടർമാരും എഴുതും. അതുകൊണ്ട് അത് കമ്മീഷന് വേണ്ടിയല്ല, അത് ചെയ്യുന്നത് രോഗിയുടെ രോഗം ഭേദമാകാനാണ്. ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. എൻ്റെ കുഞ്ഞിനൊരു അസുഖം വരികയാണെങ്കിൽ ഞാൻ എഴുതി കൊടുക്കുന്ന മരുന്ന്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന മരുന്ന് എൻ്റെ രോഗിക്കും ഞാൻ കൊടുക്കണ്ടേ?
ആ ഒരു ക്വാളിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. എന്ന് പറയുമ്പോഴും IMAയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ തന്നെ, കാരണം മരുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അത് എന്തുകൊണ്ട് സർക്കാർ ഉണ്ടാക്കുന്നില്ല? നമുക്ക് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന് കോണ്ടം ഉണ്ടാക്കി ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലും സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു സംവിധാനം, പൊതുമേഖലാ സംവിധാനത്തിലൂടെ സർക്കാർ ഇത് ചെയ്യുന്നില്ല? ഒരുപാട് മരുന്നുകൾ വേണ്ട, ഏറ്റവും ജനങ്ങൾക്ക് ഒരു 50 or 60 മരുന്നുണ്ടെങ്കിൽ, 100-ൽ താഴെ മരുന്നുണ്ടെങ്കിൽ നമ്മളുടെ 80% മരുന്ന് റിക്വയർമെൻറ്റ് അതിൽ നിന്ന് നമുക്ക് സാധ്യമാകും. അറ്റ്ലീസ്റ്റ് ആ 50 മരുന്ന്, കുറച്ച് ആൻറ്റിബയോട്ടിക്, പാരസെറ്റമോൾ, ഡയബറ്റീസിൻ്റെ മരുന്ന്, ഇതിൻ്റെ ഓരോരോ സാധനം എല്ലാം കൂടി ഒരു 25 സാധനം സർക്കാർ ഉണ്ടാക്കിയാൽ മതി. അതിൽ ലാഭനഷ്ടം നോക്കാതെ ഗുണനിലവാരത്തോടെ സർക്കാർ ഉണ്ടാക്കി സർക്കാർ സംവിധാനത്തിലൂടെ വിതരണം ചെയ്യണം എന്നാണ് IMA ആവശ്യപ്പെടുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ ഗുണനിലവാര തകർച്ച, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാര തകർച്ച. അതായത് ഇപ്പോൾ തൊട്ടും അറിഞ്ഞും പഠിക്കേണ്ട ഒരു സംവിധാനങ്ങൾ പലപ്പോഴുമില്ല. 100 കണക്കിന് ആശുപത്രികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു, പക്ഷേ കുട്ടികൾക്ക് അതനുസരിച്ചുള്ള ഒരു നിലവാരം ഉണ്ടാകുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ടല്ലോ. ഇതിനോട് എങ്ങനെയാണ് ഡോക്ടർ? അല്ല, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നിലവാര തകർച്ച ഉണ്ടായി എന്നത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിന് നേരെ കണ്ണടയ്ക്കാൻ സാധിക്കില്ല. ഇവിടെ 2 തരം പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മൂല്യശോഷണമോ അല്ലെങ്കിൽ നിലവാര തകർച്ചയോ. 2, നമ്മൾ കാണാത്തൊരു വലിയ പ്രശ്നമുണ്ട്. പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് ഡിഗ്രിയുമായി വരുന്നുണ്ട്. അത് ചിലതിലൊക്കെ നല്ല ഡിഗ്രികളാണ്, പക്ഷെ മിക്കവാറും രാജ്യങ്ങളിൽ നിന്ന് അവിടെ വലിയ പഠനമൊന്നും നടക്കുന്നില്ല. ചില യൂണിവേഴ്സിറ്റികൾ കറസ്പോണ്ടൻസ് വഴി ചെയ്യുന്ന ചില യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം നിലവിലുള്ള സംവിധാനത്തിൽ ദേശീയ മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ സംസ്ഥാന മെഡിക്കൽ കൗൺസിലായാലും നിലവിലുള്ള റൂളുകൾ പ്രകാരം ഇവരിൽ പലർക്കും രജിസ്ട്രേഷൻ നൽകേണ്ടതുമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ PSC നിയമനമൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മാർക്കുകൾ കൂടുതൽ ലഭിക്കും. അതുകൊണ്ട് PSC റാങ്ക് ലിസ്റ്റിൽ കൂടുതലും അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്ക് നിയമനം ലഭിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ പുറകോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അവരൊന്നും നമ്മുടെ ആൾക്കാരല്ലെന്നല്ല, പക്ഷേ നമ്മൾ ഈ 2 രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻറ്റേർണലായിട്ട് കേരളത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഇന്ത്യയിൽ നടത്തുന്ന സ്ഥാപനങ്ങളിലും നാം പാലിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ്. 2, കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പുറത്ത് പല രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചെറിയ രാജ്യങ്ങൾ, ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിലൊക്കെ പോയി പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പലപ്പോഴും അവിടുത്തെ യൂണിവേഴ്സിറ്റി അവിടെ ആയിരിക്കാം, ചിലപ്പോൾ കോഴ്സ് നടത്തുന്നത് ഇവിടെ ആയിരിക്കാം. അത് MCA റെക്കഗ്നൈസ് ചെയ്ത സ്ഥലങ്ങളിലായിരിക്കില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നം അത് നമ്മൾ അറിയുന്നില്ല, സൊസൈറ്റി അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ ശക്തമായിട്ടുള്ള ചില ചിന്തകളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് IMA ഇപ്പോൾ ഡോക്ടർ KA കുമാറിൻ്റെ അധ്യക്ഷതയിൽ ഡോക്ടർ മോഹനൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ, ഡോക്ടർ വാസുദേവൻ, ഡോക്ടർ അൽത്താഫ്, ഇവരെല്ലാവരും അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ ശ്യാം സുന്ദർ, ഇവരെല്ലാം അംഗങ്ങളായിട്ട് ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമിതിയോട് നമ്മൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു ധവളപത്രം പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കരട് ഓൾറെഡി അവതരിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കരട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. എല്ലാവർക്കും അഭിപ്രായം പറയാം. എന്നിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ ഒരു വൈറ്റ് പേപ്പർ ഞങ്ങൾ ഈ രംഗത്ത് കൊണ്ടുവരാൻ ആലോചിക്കുന്നു. തീർച്ചയായിട്ടും, കാരണം ജനങ്ങളുടെ ആരോഗ്യത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ ഒരുപാട് മെഡിക്കൽ കോളേജുകൾ വരുന്നു. ഞാനൊക്കെ പഠിക്കുമ്പോൾ 5 മെഡിക്കൽ കോളേജാണ് ഉണ്ടായിരുന്നത്. ഒരു 5-10 കൊല്ലം മുമ്പ് വരെ അത് തന്നെയായിരുന്നു. കേരളത്തിലെ 5 സർക്കാർ മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഏതാണ്ട് 28-30 മെഡിക്കൽ കോളേജുകളുണ്ട്. ഇനിയും പുതിയ കോളേജ് വേണം എന്ന് പറയുന്നു. ജനങ്ങൾ ധരിക്കുന്നത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തിയ ചികിത്സ ലഭിക്കുന്ന സ്ഥലം എന്നാണ്. എന്നാൽ അത് തെറ്റാണ്. മെഡിക്കൽ കോളേജുകളുടെ ഉദ്ദേശം ഡോക്ടർമാരെ പഠിപ്പിച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് രാജ്യത്ത് ഒരുപാട് കേസുകൾ കുന്നുകൂടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കോടതിയും ജഡ്ജിമാരുമാണോ വേണ്ടത്, കൂടുതൽ ലോ കോളേജുകളാണോ വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ജനങ്ങളുടെ ആരോഗ്യം നൽകാൻ നമുക്ക് വേണ്ടത് കൂടുതൽ ഡോക്ടർമാരാണോ കൂടുതൽ സ്ഥാപനങ്ങളാണോ? ഒരു ഡോക്ടർ രോഗി അനുപാതമുണ്ട്. അത് ഏറ്റവും നല്ലൊരു അനുപാതം എന്ന് പറയുന്നത് 1:700 ആണ്. 700 ആളുകൾക്ക് ഒരു ഡോക്ടർ. അത് ഓൾറെഡി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡോക്ടർമാരല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് കൂടുതൽ ആരോഗ്യ സംവിധാനങ്ങളാണ്. ജനറൽ ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളാക്കുകയാണോ അതോ ജനറൽ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജിന് തുല്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? കാരണം നമുക്ക് ആകെ 100 രൂപയെ വരുമാനമുള്ളൂ. ഈ 100 രൂപയിൽ 80 രൂപയും കെട്ടിടം കെട്ടാനും ഫാക്കൽറ്റിയുടെ ശമ്പളം കൊടുക്കാനും നമ്മൾ വാങ്ങിക്കണോ, അതോ 80 രൂപ ജനങ്ങൾക്ക് വേണ്ടി മരുന്നും പഞ്ഞിയും വാങ്ങിക്കാൻ നമ്മൾ ചിലവഴിക്കണമോ? അപ്പോൾ അതുകൊണ്ട് അതിൽ നയപരമായ ഒരു തീരുമാനം ആവശ്യമുണ്ട്. അത് ഞാൻ ഓഫ് ഹാൻഡായിട്ട് പറയുന്നില്ല. ഞങ്ങളുടെ ഈ രേഖ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ IMA അതിനകത്ത് ശക്തമായി ഇടപെട്ടുകൊണ്ട് അഭിപ്രായം പറയും. ഇപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, അതായത് ഇപ്പോൾ നമുക്ക് മദ്യനയമുണ്ട്, അത് വലിയൊരു വിവാദത്തിൽ നിൽക്കുന്നു. ജലനയമുണ്ട്, പക്ഷെ നമുക്കൊരു പൊതുജന ആരോഗ്യ നയം എന്ന് പറയുന്നത് ഒരു സംവിധാനമില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ശ്രദ്ധ ആവശ്യമുള്ള വിവിധ മേഖലകളുണ്ട്. അവയെ ഉൾപ്പെടുത്തിയാൽ ജീവിതശൈലി രോഗങ്ങളുണ്ട്, സ്ത്രീകളുടെ പ്രത്യേകമായ രോഗങ്ങളുണ്ട്. ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്
ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിലൊരു പൊതുജന ആരോഗ്യ നയം എന്നൊരു സംവിധാനത്തിലേക്ക് പോകാൻ IMA തയ്യാറാവുമോ? എന്താണ് അതിനോടുള്ളൊരു? തീർച്ചയായിട്ടും ഓൾറെഡി IMA ഒരു ആരോഗ്യ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, സംസ്ഥാനത്ത് ഇപ്പോൾ പുതിയ മന്ത്രിസഭ വന്നപ്പോൾ കുറച്ചുനാൾ അവർ ആരോഗ്യ നയം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്നുള്ള പല ചർച്ചകളിൽ IMA പങ്കെടുത്തിരുന്നു. പക്ഷെ അവിടെ പ്രഖ്യാപിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന നയത്തോട് IMAക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. IMAയുടേതായിട്ടുള്ള ഹെൽത്ത് പോളിസി ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇത് താങ്കൾ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഒരു ആരോഗ്യ നയം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നമ്മുടെ ഒരു ഇലക്ഷന് പോകും മുമ്പുള്ള ഒരു മാനിഫെസ്റ്റോ പോലെ അല്ലത്. എല്ലാവരെയും അതിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. നമുക്ക് സത്യമായി പറയേണ്ടി വരും, ശാസ്ത്രമായി പറയേണ്ടി വരും. അപ്പോൾ ചില ആളുകൾക്കൊക്കെ അലോസരമുണ്ടാകും. അങ്ങനെ നമുക്ക് നോക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യമാണ്. ഏത് ലോബിയെ തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളതല്ല. അപ്പം ന്യൂട്രലായിട്ട് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഒരു ആരോഗ്യ രേഖയുടെ ആവശ്യമുണ്ട്. IMA ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൽ നവംബർ 7, 8, 9 തിരുവനന്തപുരത്തായിരുന്നു. IMA മുഴുവൻ ചർച്ച ചെയ്തത് ഒരു നയത്തെക്കുറിച്ചാണ്. മാത്രമല്ല 8-ാം തീയതി തിരുവനന്തപുരം ഡിക്ലറേഷൻ വിജ്ഞാപനം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചത് പൗരന്മാർക്ക് വേണ്ടിയുള്ള ആരോഗ്യരേഖയാണ്. ആ ആരോഗ്യരേഖയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരിയുള്ള എൻവയോൺമെൻറ്റ് മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ പരിസ്ഥിതി മെച്ചപ്പെടുത്തണം എന്നും കുടിവെള്ളവും ഒക്കെ ലഭ്യമാക്കണമെന്ന് IMA പറഞ്ഞത്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ, അത് തീരദേശത്തെ ആയാലും അല്ലെങ്കിൽ ആദിവാസികളായാലും ഇവരുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കണം. എല്ലാ ജനത്തിനും IMAയുടെ ഒറ്റ ലൈൻ ഇതാണ്: ആരോഗ്യം അവകാശമാണ്. എല്ലാ ജനങ്ങൾക്കും, അത് ജാതി മത വ്യത്യാസം കൂടാതെ, അവരുടെ സമ്പദ്ഘടനയുടെ വ്യത്യാസം കൂടാതെ എല്ലാ ജനങ്ങൾക്കും ഒരേ തരത്തിലുള്ള ആരോഗ്യം ലഭിക്കണം. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും ശക്തമായ IMA ഇടപെടുകയും ചെയ്യും. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ഡോക്ടർ. ഇത്രയധികം സമയം ഇവിടെ വന്ന് ഇത്രയധികം കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി.